ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴനിറച്ചതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് പഞ്ചസാരയും ഒരു 2 സ്പൂൺ വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നട്ട്സും കിസ്മിസും ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. ഇനി ഒരു കത്തി വെച്ചിട്ട് നടുവിലൂടെ ഇതിൽ കാണുന്ന പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. 2 അറ്റവും വിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് 2 കഷ്ണമായിട്ട് മുറിഞ്ഞു പോകും. ഇതൊരു പോക്കറ്റ് പോലെയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്ക പൊടി ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയുടെ കൂടെ ഏലക്ക പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കിസ്മിസും ആഡ് ചെയ്യുന്നുണ്ട്. കത്തി കൊണ്ട് പഴത്തിനെ ഒരു പോക്കറ്റ് പോലെ ആക്കിയിട്ട് അതിലേക്ക് ഈ ഫില്ലിങ്സ് ഒന്ന് നിറച്ച് കൊടുക്കാം. ഇനി ഫില്ലിങ്സ് പുറത്ത് പോകാതിരിക്കാൻ കുറച്ച് മൈദ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ പിറകിലോട്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചൂടായ പാനിലോട്ട് കുറച്ച് നെയ്യാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. എല്ലാ ഭാഗവും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇത് കോരി മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണിത്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണിത്. ഒരെണ്ണം കഴിച്ചാൽ മതി, ഇതിന് വിശപ്പൊക്കെ മാറും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.